ആത്മാർത്ഥ സ്നേഹമുള്ളവരോട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ ഇവയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. അവർ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെ നിങ്ങൾക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അവർക്കൊരു വേദനയായി മാറുന്നു. അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾ അവർക്ക് ആ സ്നേഹം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ തന്നെ അവരെ കണ്ടില്ലെങ്കിൽ അവരുടെ ഹൃദയം വേദനിക്കാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ ഭംഗിയായി സ്നേഹിക്കാൻ പഠിച്ചിരിക്കുക. അത് നല്ല ഒരു സ്നേഹബന്ധത്തിൻ്റെ അനുഭവമായി തീരും. 2. അവരോട് നുണകൾ പറയാതിരിക്കുക. നിങ്ങൾ അവരോട് നുണകൾ പറയുകയാണെങ്കിൽ ഒരിക്കൽ ആ നുണ തകരും, അതായത് സത്യം പുറത്തു വരും. അത് നിങ്ങൾക്ക് വേദനയായി തീരും. അപ്പോൾ അവർ നിങ്ങൾ പറഞ്ഞതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നിങ്ങളോട് ഇടപെടാൻ ഇടയെത്തിയിരിക്കുകയും ചെയ്യും. അതായത് നിങ്ങൾ പറഞ്ഞ ആ നുണ അവർ മനസ്സിലാക്കുകയും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടി നഷ്ടമാകുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളോട് ഒരിക്കലും നുണകൾ പറയാതിരിക്കുക. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും അവർക്ക് മുന്നിൽ സത്യസന്ധർ ആയിരിക്കാൻ ശ്രമിക്കുക. 3. ആത്മാർത്ഥ സ്നേഹമുള്ളവരോട് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ പഠിച്ചിരിക്കുക. അതായത് ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി നിങ്ങൾ പറയാൻ പഠിച്ചിരിക്കണം. അല്ലാതെ നിങ്ങൾ അല്പം മറച്ചു വെച്ചുകൊണ്ടും ഒളിഞ്ഞും തെളിഞ്ഞും എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചുകൊണ്ടിരുന്നാൽ അവരുടെ ഹൃദയത്തിൽ അത് ഒരു ക്ലിക്കായി മാറുകയും അല്ലെങ്കിൽ ഒരു വേദനയായി മാറുകയും അവർ നിങ്ങളെ വികർഷിക്കാൻ ഇടയെത്തിയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥ സ്നേഹമുള്ളവരുടെ ഒരിക്കലും വ്യക്തമായി കാര്യങ്ങൾ പറയാതെ ഇരിക്കരുത്. ഇത് നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളോടുള്ള അവരുടെ സ്നേഹം കുറഞ്ഞു പോകാൻ ഇടയായിത്തീരും. 4. അവരുടെ സ്നേഹത്തെ മാനിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുക. എന്നാൽ അവർക്ക് നിങ്ങളോട് വീണ്ടും സ്നേഹം കൂടി വരുന്നതായി കാണാവുന്നതാണ്. ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് കൂടുതൽ അടുപ്പം കാണിക്കാനും അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാനും നിങ്ങൾ പഠിച്ചിരിക്കുക. അങ്ങനെ തിരിച്ച് ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അവരുടെ സ്നേഹം വീണ്ടും നിങ്ങളോട് കൂടി വരുന്നതാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇത് സുഹൃത്ത് ബന്ധങ്ങളാകാം, കുടുംബജീവിതമാകാം, അങ്ങനെയുള്ള സകല മേഖലകളിലും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ഏത് മേഖലയാണെങ്കിലും ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വ്യക്തി ഇങ്ങോട്ട് എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ സാധിച്ചാൽ ആ ബന്ധം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതാണ്. ആ ബന്ധത്തിലൂടെ പല ഗുണങ്ങളും വരുന്നതാണ്. അല്ലാതെ ആത്മാർത്ഥമായ ഒരു വ്യക്തി ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയെ പറ്റിക്കുവാനോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് പലതും മറച്ചു വയ്ക്കുവാനോ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബന്ധങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തകർന്നു പോകും. അദ്ദേഹത്തിന് നിങ്ങളോടുള്ള സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതായി തീരും. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.